ഇതിനെ പറയുക എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നാണല്ലോ, അതായത് എക്സ്ട്രയാണത്. ചിലപ്പോൾ ആൾക്കാരെ തകർത്ത് കളയാറൊക്കെ ഉണ്ട്. അത്രയും ക്ലോസ്ലി കണക്റ്റഡ് ആണെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് വരില്ല. യു ഷുവർ? യെസ്. അത് ഈ മാരേജും പിന്നെ ഒരു പാർട്ട്ണർ എന്നുള്ളതല്ല, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുക. ഇതൊക്കെ പാർട്ട്നേഴ്സ് ചിലപ്പോൾ അറിഞ്ഞാൽ പോലും കണ്ണടയ്ക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അതായത് അവൈലബിൾ ആണ്, ആരും അറിയാൻ സാധ്യതയില്ല, അതുകൊണ്ടൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങി, പിന്നെ അത് പിടിക്കപ്പെടുമ്പോൾ ഇതും ഒരു എക്സ്ട്രാ മാരിറ്റൽ ആയില്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞതും എക്സ്ട്രാ മാരിറ്റൽ ആണ്. പക്ഷേ ഇത് തമ്മിലൊക്കെ ഡിഫറൻസസ് ഉണ്ട്. യെസ്. നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും അത്രയും അനലൈസ് ചെയ്യാതെ നമ്മളുടെ അപ്പോഴത്തെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനോ ഇമ്പൾസിൻ്റെ പുറത്തോ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതായത് ഞാൻ സോറി പറഞ്ഞില്ലേ, ഞാനിനി കാല് പിടിച്ചില്ലേ, 10 ദിവസം കാല് പിടിച്ചില്ലേ, 1 മാസം കാല് പിടിച്ചില്ലേ, എന്നിട്ടും നീ ഇപ്പോഴും അതും പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കും. മാരീഡ് ആയിട്ടുള്ള പാർട്ട്ണറും അത് പാർട്ട്ണറും ഒക്കെ ആയിട്ട് സെഷൻസിന് വരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതായത് 3 പേരുള്ള രീതിയിലുള്ള സെഷൻസ് എടുക്കേണ്ടി വരും. ആൻഡ് ചിലപ്പോൾ ഈ സൊസൈറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പലരും അത് പറയുന്നുണ്ടാവില്ല. നമുക്കറിയാത്തൊരു ന്യൂ സിസ്റ്റത്തിനെ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നത് പോലെയാണ് പല കാര്യങ്ങളെയും. വി ഹാവ് ബിക്കം സോ പ്രോഗ്രസീവ് ദാറ്റ് വി ആർ നോർമലൈസിങ് എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൾക്കാർ അണ്ണീന്ന് വിളിക്കുന്നു. കുട്ടികളെ നോക്കാനും വീട് നോക്കിയതും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ പറ്റി എവിടെയും ഞാൻ കേട്ടില്ല. കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസിൻ്റെ നമ്പർ എന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഫുള്ളാണ്. അതായത് ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിനുള്ള റീസൺസ് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി ഇൻ എനി വേ, ബട്ട് യൂഷ്വലി ഇൻ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയപ്പെടുക. അപ്പോൾ നമ്മൾ ഇതിനെ പറയുക എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നാണല്ലോ, അതായത് എക്സ്ട്രയാണത്. അപ്പോൾ ആൻഡ് യൂഷ്വലി ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ അത് എന്നെയാണ് കൂടുതൽ ബാധിക്കുക. ഐ ഫീൽ ദറ്റ് എനിക്കെന്തോ കുറവുണ്ട്, എന്തോ ലാക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹീസ് സെർച്ചിങ് ഇൻ സം അതർ പേഴ്സൺ, വൈസ് വേഴ്സ. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് പോണ കാണുമ്പോഴും പുള്ളിക്കാരന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള പോലെയാണ് അതിനെടുക്കുക. അത് ചിലപ്പോൾ ആൾക്കാരെ തകർത്ത് കളയാറൊക്കെ ഉണ്ട്. നമ്മൾ അതുവരെ ബിൽഡ് ചെയ്തിരുന്നൊരു ട്രസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും ഇതിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? എന്താ പറയുക, എല്ലാ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനെയും നമുക്ക് ഒരേ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ ഒറ്റ ടേമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാ മാരേജ്, അതായത് ലീഗലി മാരീഡ് ആയിട്ടുള്ളതിൽ ഒരാൾക്ക് വേറൊരു അഫെയർ വന്നു കഴിഞ്ഞാൽ അത് എക്സ്ട്രാ മാരിറ്റൽ ആയി പോവുകയാണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരാൾക്കൊരു അഫെയർ വരുമ്പോഴത്തേക്കും എനിക്കെന്തോ പ്രശ്നം എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, ഇമോഷണലി അത്രയും ഇൻറ്റിമസി ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്രയും ക്ലോസ്ലി കണക്റ്റഡ് ആണെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് വരില്ല. യു ഷുവർ? യെസ്. ഓക്കെ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നൊരു കേസ് ഞാൻ പറയാം. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുണ്ടാവും, ചില ടൈപ്പ്. ഓക്കെ. ആൻഡ് എന്ത് ഡിസോർഡേഴ്സാണെന്നുള്ളത് ഞാൻ നെയിം എടുത്ത് പറയണില്ല, പക്ഷെ അതൊരു പേഴ്സണാലിറ്റിയുടെ ഡിഫക്റ്റാണ്. അവർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടാവുക, അത് ഈ മാരേജും പിന്നെ ഒരു പാർട്ട്ണർ എന്നുള്ളതല്ല, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴും പാരലലി അവർക്കൊരു തേർഡ് വീല് ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവുക. പലപ്പോഴും ഇതൊക്കെ പാർട്ട്നേഴ്സ് ചിലപ്പോൾ അറിഞ്ഞാൽ പോലും കണ്ണടയ്ക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. കാരണം അതെൻ്റെ റിലേഷൻഷിപ്പിന്, മാരേജിന് ത്രെട്ടല്ല, അയാളെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നമ്മൾ റിലേഷൻഷിപ്സിനെ നോക്കിക്കഴിഞ്ഞാൽ പല കാറ്റഗറിയിൽ പെടുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഉണ്ട്. അപ്പോൾ എല്ലാറ്റിനും നമുക്ക് ഒരേപോലെ പറഞ്ഞിട്ട് ഒരാളെ ഹേർട്ട് ചെയ്യാൻ മറ്റേ ആൾ ഇൻറ്റൻഷനലി ഒരു കാര്യം ചെയ്യണു എന്നുള്ള രൂപത്തിലല്ല. ആ ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യം ചില കേസസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അങ്ങനത്തെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെയ്റ്റ്സ് ഉണ്ട്, അത് അയാളുടെ പേഴ്സണാലിറ്റീൻ്റെ ഭാഗമാണ്, അയാൾ ഒട്ടും റിലയബിൾ അല്ല, ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇയാളുടെ കൂടെ ജീവിക്കുന്നതേ സേഫ് ആയിരിക്കില്ല, കാരണം ഇയാളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സോറി പറയും, കൈയും കാലും പിടിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും, കുറച്ചു കാലം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, അഗെയിൻ അടുത്തൊരു തേർഡ് വീൽ. അതൊരു തേർഡ് വീൽ തന്നെ ആണെന്നില്ല, 1 നൈറ്റ് സ്റ്റാൻഡ് പോലെയോ പല രീതിയിലോ ഒക്കെയുള്ള ഫേസിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ആൻഡ് അപ്പം അതല്ലാതെ
വേറൊരു തേർഡ് പേഴ്സണുമായിട്ട് മാത്രമായിട്ട് വരുന്ന ചില അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പുറത്തുള്ള ആൾക്ക് അറിയാൻ പറ്റണം എന്നില്ല നമ്മളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നതോ നമ്മളുടെ അടുത്ത് കണക്ഷൻ കുറയുന്നു എന്ന് പറയുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ അപ്പ് ഇത് പറയാൻ പറ്റണം എന്നില്ല. അല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ അതേ വേവ് ലെങ്ത് ഉള്ള ഒരാളെ പിന്നെ ആയിരിക്കും ലേറ്റർ ലൈഫിൽ കാണുന്നത്. അത് ഇയാളുടെ അടുത്ത് ചെയ്യുന്നത് ഒട്ടും ജസ്റ്റിസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? അതായത് ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പല ഫാക്ടേഴ്സ് നോക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു പാർട്ട്ണർ ആയിരിക്കാം, പക്ഷേ മോർ കമ്പാറ്റബിൾ ആയിട്ട്, മോർ റിലേറ്റബിൾ ആയിട്ട്, മോർ നമ്മൾ ആഗ്രഹിക്കുന്ന അതേപോലെയുള്ളൊരു ആളെ കാണുന്ന സമയത്ത് അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നൊരു സാധനമല്ല. അത് അയാളുടെ മോറൽ വാല്യൂസിനനുസരിച്ചും അയാളുടെ ബിലീഫ് സിസ്റ്റംസ് അനുസരിച്ചും അയാൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഇയാളുടെ കൂടെ ഞാൻ ലൈഫ് സ്പെൻഡ് ചെയ്യണോ, ഇയാൾ ഇന്ന ട്രേറ്റ്സ് ആണുള്ളത്, ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, ഇന്ന ഹിസ്റ്ററി നമ്മുടെ ഇടയിലുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റി ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇന്ന ട്രേറ്റ്സ് ഉണ്ട്, ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, എനിക്ക് മോർ കണക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മോർ എനിക്ക് ഇതാണ് ബെറ്റർ എന്ന് തോന്നുമ്പോഴോ വേറൊരു പാർട്ട്ണറിനെ ഓപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇതിലെന്താ പ്രശ്നം പറ്റാറ് വെച്ചാൽ ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ അത് പലപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും റിലേഷൻഷിപ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് റിവീൽ ആവുന്ന മൊമെൻറ്റിൽ അത് എന്തായാലും അത് പേഴ്സൺ അക്സെപ്റ്റബിളും ആയിരിക്കില്ല, ഷോക്കിങ്ങും ആയിരിക്കും. കാരണം അയാൾ അങ്ങനത്തെ ഒരു സിനാരിയോ അവരുടെ ലൈഫിൽ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇത് നോർമലൈസ് ചെയ്യാനും വയ്യ, കാറ്റഗറൈസ് ചെയ്യാനും വയ്യ. ബട്ട് ദിസ് ഹാപ്പൻസ് ആൻഡ് ഓരോന്നിനും നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഡിപ്രഷനുള്ള 4 ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 രീതിയിലായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വരിക. കാരണം അവരുടെ ഹിസ്റ്ററി, അവരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും. ഓരോ ആളുകളുടെയും ലൈഫിലെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഒരാളുടെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് ലാക്ക് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ അതായത് ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ പാർട്ട്ണർക്കുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുന്നത് എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പാർട്ട്ണർക്കാണ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എങ്കിൽ അയാളുടെ എല്ലാ ഇൻറ്റേർണൽ നീഡും ഫുൾഫിൽ ആയിട്ടില്ലാത്തത് കൊണ്ടോ ആണ് പുള്ളി വേറൊരു സാധനം അല്ലെങ്കിൽ കുറച്ചും കൂടെ അതാണ് കുറച്ചും കൂടെ കമ്പാറ്റബിൾ എന്ന് തോന്നുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരേപോലെ പോകുന്നൊരു ലൈഫല്ലല്ലോ. നമുക്ക് പല 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 കാര്യങ്ങളുണ്ടാവാം. ഇപ്പം സ്ത്രീകൾക്ക്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ചിലപ്പോൾ മാറും, നമ്മുടെ ബോഡി മാറും, നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, ഇതെല്ലാം മാറും. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും വേറെ തരത്തിലുള്ളൊരു സ്ട്രെസ് ഉണ്ട്, ഫാമിലിയിൽ വേറൊരു ക്രൈസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏജിങ് പാരൻ്റ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വേറൊരു സ്ഥലത്തും നമ്മൾ വേറൊരു സ്ഥലത്തുമാണ് ജോലിയുടെ കാര്യത്തിന് വേണ്ടി. അപ്പം ഈ ഇങ്ങനത്തെ എല്ലാ ഏറ്റക്കുറച്ചിലും എല്ലാ റിലേഷൻഷിപ്പിലും സാധാരണമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ആൻഡ് ആസ് തെറാപ്പിസ്റ്റ് ഇപ്പം നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കത് തെറ്റ്, അവരുടെ മോറൽ വാല്യൂവിൽ നമുക്ക് തെറ്റ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണ് ഇതിലൊരു ബാലൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക? ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത സിനാരിയോ അല്ലേ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടേ അല്ല ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളെ കാണേണ്ടത്. അതായത് ഇപ്പം നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്നത്, ഇപ്പോൾ കുട്ടികളുണ്ടാവുന്നു, അതിൻ്റെ പിറകെ തിരക്കാവുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും പലതും നമ്മുടെ ലൈഫിൽ 2 പേർക്കും പല രീതിയിൽ വന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇടയിൽ റൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ബിൽഡ് ചെയ്തിട്ടില്ലാത്തവരാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ്സിലേക്കും കാര്യങ്ങളിലേക്കും പോവുക. അല്ലാതെ എല്ലാ ഫാമിലിയിലും ഇപ്പോൾ കുട്ടി ഉണ്ടായെന്ന് വെച്ചിട്ടോ, നമ്മൾക്ക് വീട്ടിൽ പാരൻസ് വരെ ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടെന്ന് വിചാരിച്ചിട്ടോ, വർക്കിൻ്റെ നേച്ചർ വെച്ചിട്ടോ, ഡിഫറെൻറ്റ് കൺട്രീസിലാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നും വേറെ ബോണ്ട് പോകണം എന്നില്ല. ഇല്ല. അതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തടത്താണ് ഇതെല്ലാം പ്രശ്നമുള്ളൂ. അല്ലാതെ ഫിസിക്കൽ ഇൻറ്റിമസി, ഇമോഷണൽ ഇൻറ്റിമസി ഇത് കുറയുന്നു അതിലേക്ക് പോകുന്നു എന്നല്ല.
ഇതിനെ പറ്റിയൊക്കെയുള്ള കോൺവെർസേഷൻസ് ആണ് ആദ്യം വേണ്ടത്. അതില്ലാത്തടത്തു നിന്നാണ് ബാക്കി എല്ലാം സ്റ്റെം ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺവെർസേഷൻസ് വരുന്ന സമയത്ത് ഇവരെങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ കേൾക്കാൻ നിന്ന് കൊടുക്കണം എന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് മാത്രമാണ് ശരി എന്നുള്ള രൂപത്തിൽ തന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിനകത്തൊന്നും ഇൻവോൾവ് ആവാതെ അവരെ അവരുടെ ഇഷ്ടത്തിനും വിട്ടിട്ടുണ്ടാവാം. അതും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മളുടെ ഡിസഗ്രിമെൻസും നമ്മൾ പറഞ്ഞ് നമ്മളുടെ റെസ്പെക്റ്റും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ നമ്മൾ തന്നെ പറഞ്ഞ് ആ പൊസിഷനിങ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് എന്ത് സ്വഭാവം ഉണ്ടാവാം. എൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂസും എത്തിക്സും സാധനങ്ങളും ഒക്കെ ഇങ്ങനെയാണ്, അതല്ലേന്ന് ഞാൻ ഉറപ്പിച്ച് കോൺവെർസേഷൻസ് ഉണ്ടാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എനിക്കിഷ്ടമില്ലാത്തൊരു രീതിയിൽ പെരുമാറുന്ന സമയത്ത് അയ്യോ ഇങ്ങനെ ചെയ്തോ, ഞാനിതൊന്നും മനസ്സിലാക്കിയില്ല എന്ന് പറയണതിൽ കാര്യമില്ല. ഞാൻ എൻ്റെ പാർട്ട്ണറിന് എനിക്ക് വേണ്ട ക്വാളിറ്റി ടൈം എന്താണോ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായി? എനിക്ക് ഇമോഷണലി അവൈലബിൾ ആണ്, എനിക്ക് ഫിസിക്കലി അവൈലബിൾ ആണ്, എനിക്ക് അറിയണം ഇൻറ്റേർണൽ തോട്ട്സും പാറ്റേൺസും എങ്ങോട്ടാ പോണത്, എന്താ ചെയ്യണത്, ഓരോ ദിവസവും എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണത് പോലെയല്ല, ഇഷ്ടം കൊണ്ട് ഷെയർ ചെയ്യുന്നൊരു മ്യൂച്വൽ കണക്ഷനിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിയാലേ അയാളുടെ ഇൻറ്റേർണൽ വേൾഡും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ആൻഡ് ഈ ചീറ്റിങ്, ഈ പെട്ടെന്നുള്ളൊരു അഫെയർ വരിക എന്നൊന്നും പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വരുന്ന സംഭവങ്ങളല്ല. അപ്പം നമ്മൾ വാച്ച് ചെയ്യണ്ടേ? അതിങ്ങനെ ഇരുന്ന് സ്കാൻ ചെയ്യുന്ന വാച്ചിങ് അല്ല ഞാൻ പറയുന്നത്. ആ ഷെയറിങ് എവിടെയോ ലാക്കിംഗ് ആയിരുന്നു. അത് നമ്മളായിട്ട് അയാളെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് വിടുന്നതിൻ്റെ ഭാഗമായിട്ടോ എന്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ അവരെ പറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് പറ്റിയ ആളായിരുന്നു അവരെന്നുള്ളത് നമ്മൾ പ്രോപ്പർലി ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അതിനുള്ള ആ ഒരു കാര്യത്തിനുള്ള റീസൺസ് ആയിട്ട് ഇപ്പോൾ കുട്ടികൾ വന്നു ബിസിയായി മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ലേ? അത് വേണ്ട 24 മണിക്കൂറിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാലോ. ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് പറയാലോ. പറഞ്ഞില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു റുട്ടീൻ പോലെയൊന്നും അല്ല. നമ്മളത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത് പോലെ, നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാവുന്നത് പോലെ, എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും അവർ ഇൻവോൾവ് ആവുന്നത് പോലെ, ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒക്കെ ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പോലും ആർക്കും കൂടി ഇഷ്ടമാവോ എന്നുള്ളത് ചോദിച്ചിട്ട് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടം കൊണ്ട് ശീലമായിട്ട് മാറേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് അല്ലാതെയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെയാണ് ആ ഗ്യാപ്സും സാധനങ്ങളും ഒക്കെ വരിക. അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഉണ്ടായോ എന്നൊക്കെ ഉള്ളൊരു ഷോക്കിംഗ് ആയിട്ടൊക്കെ മാറുള്ളൂ. ഇനി ഇപ്പം നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പറഞ്ഞപ്പോൾ വേറൊരാൾ മോർ കമ്പാറ്റബിൾ ആവുന്നത് കൊണ്ട് നാച്ചുറലി, ജനറലി അല്ലെങ്കിൽ ഓർഗാനിക്കലി ഉണ്ടായ ഒരു ബോണ്ടായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു. അങ്ങനെയല്ലാതെ അതായത് അവൈലബിൾ ആണ്, ആരും അറിയാൻ സാധ്യതയില്ല, അതുകൊണ്ടൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങി, പിന്നെ അത് പിടിക്കപ്പെടുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇനി അത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരാണ് കൂടുതലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാൻ ശരിക്കും നമ്മളൊരു ബോണ്ട് ഉണ്ടായി ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ സിറ്റുവേഷനലി, ആസ് ഇൻ ദേ വർക്കിംഗ് ടുഗെദർ അല്ലെങ്കിൽ ദേ ട്രാവലിംഗ് ടുഗെദർ, സോ ദേ ഫെൽറ്റ് കണക്ഷൻ ആൻഡ് ദേ ജസ്റ്റ് എക്സ്പ്ലോർഡ് ഇറ്റ്, അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടല്ലോ, ഒബ്വിയസ്ലി നഷ്ടപ്പെട്ടു. ബിക്കോസ് അവർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുപോലും ആയിരിക്കാൻ വഴിയില്ല, കണ്ടുപിടിച്ചതായിരിക്കാനേ വഴിയുള്ളൂ ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്ന സമയത്ത്. അപ്പോൾ ഈ ട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ വീണ്ടും ബിൽഡ്? ഈ ജസ്റ്റ് എക്സ്പ്ലോറിങ് കാര്യങ്ങളെ എക്സ്ട്രാ മാരിറ്റലായിട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്ട്രാ എക്സ്ട്രാ മാരിറ്റലിന്റെ കാറ്റഗറിയിലാണ് അതെല്ലാം വരിക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ആക്ച്വലി ഇതും ഒരു എക്സ്ട്രാ മാരിറ്റൽ ആയില്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ്ട്രാ മാരിറ്റൽ ആണ്. പക്ഷെ ഇത് തമ്മിലൊക്കെ ഡിഫറൻസസ് ഉണ്ട്. യെസ്. കാരണം ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇമ്പൾസീവ് ഡിസിഷൻ്റെ പുറത്ത് നമ്മൾ എടുത്തതാണ്. കോൺഷ്യസ് ചോയ്സ് ആണെങ്കിൽ പോലും നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും അത്രയും അനലൈസ് ചെയ്യാതെ നമ്മളുടെ അപ്പോഴത്തെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനോ ഇമ്പൾസിൻ്റെ പുറത്തോ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലായിടത്തും ട്രസ്റ്റ് ബ്രേക്ക് ആവുക തന്നെയാണ്. പക്ഷെ മറ്റിടത്തെന്ന് പറയുന്നത് റീബിൽഡ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഇല്ലല്ലോ. പക്ഷെ ഇവിടെ റീബിൽഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇപ്പുറത്തുള്ള ആള് ആലോചിക്കേണ്ട കാര്യമാണ്.
അതായത് ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂ. അങ്ങനത്തെ ഒരു പാർട്ട്ണറെ വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ ഇയാൾക്ക് കപ്പാസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാളത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഉറപ്പില്ല. ഓക്കെ, ഇനി എങ്ങനെ റീബിൽഡ് ചെയ്യും? ഇനി റീബിൽഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിനാരിയോ ആയിട്ട് വരുന്ന ആളുകളുണ്ടാവും. നമുക്കിനി അടുത്ത ഇയാൾ പ്രഡിക്റ്റബിൾ ആവണം, റിലയബിൾ ആവണം, സേഫ് ആവണം, അല്ലേ? അത് എന്നെ വിശ്വസിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വരുമോ? ഇല്ല. നമുക്കത് ഫീൽ ചെയ്യണം. നമുക്കത് ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്, നമ്മുടെ ബോഡിക്ക് ഇയാൾ സേഫാണെന്ന് ഇനി ഫീൽ ചെയ്ത് കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. ഓക്കെ, ആ പണി നമ്മൾ തന്നെ എടുക്കണോ? ആ പണി നമ്മളും കൂടി എഫേർട്ട് ഇടണം. പക്ഷേ അപ്പുറത്തുള്ള ആൾക്ക് അത്രയും എഫേർട്ട് ഇടാൻ പറ്റിയാൽ മാത്രമേ അത് പ്രോപ്പർലി റീബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ സോറി പറഞ്ഞില്ലേ, ഞാനിനി കാല് പിടിച്ചില്ലേ, 10 ദിവസം കാല് പിടിച്ചില്ലേ, 1 മാസം കാല് പിടിച്ചില്ലേ, എന്നിട്ടും നീ ഇപ്പോഴും അതും പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ട്രസ്റ്റ് വന്നിട്ടില്ല, എൻ്റെ ബോഡിക്ക് അത് ബിലീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിന് എപ്പോൾ വരും എന്നുള്ളതും പറയാൻ പറ്റില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ റിലേഷനിൽ നന്നായിട്ട് പോകണം എന്ന് തന്നെയല്ലേ ആഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാം. അതുകൊണ്ടല്ലേ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, ഇയാളുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അത് പറഞ്ഞു വിചാരിച്ചിട്ട് വരുന്ന കാര്യമില്ല. അപ്പം അതിന് ഈ പറഞ്ഞതുപോലെ പിന്നെ വേറെ ബോട്ട്സ് അറിയേണ്ടി വരും, ടൈം അറിയേണ്ടി വരും, ആരുടെ കൂടെ പോകുന്നു എന്ന് അറിയേണ്ടി വരും, എന്തൊക്കെയാണ് കോൺവെർസേഷൻ നടക്കുന്നതെന്ന് അറിയേണ്ടി വരും. കാരണം അത്രയ്ക്ക് നമ്മൾ പാരനോയിഡ് ടെൻഡൻസീസ് വന്നിട്ടുണ്ടാവും, സസ്പീഷ്യസ് ആയി തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ. ആ നേരം ആകുമ്പോഴത്തേക്ക് ഇനി രാത്രിയാകുമ്പോൾ നമ്മുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ, ഫോണിൽ വേറെ മെസ്സേജോ കോളോ വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കോൺഷ്യസ്ലി അല്ലെങ്കിൽ പോലും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ട്രിഗേർഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സോറി പറഞ്ഞാൽ മാറുന്ന കാര്യമല്ല. പലപ്പോഴും ആളുകൾ സോറി പറഞ്ഞു ഓക്കെ ആക്കാൻ നടന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പിന്നെ വീണ്ടും വഴക്കും കോൺഫ്ലിക്റ്റിലേക്കും ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ട് ശരിയാക്കുന്ന കപ്പിൾസും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ് ജോബ് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ മാറ്റി നമ്മുടെ വീട്ടിലേക്ക് തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കി, ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കി, ഫോണിൻ്റെ പ്രൈവസിയും എല്ലാ കാര്യങ്ങളും മാറ്റി അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പോലെ അങ്ങനത്തെ രീതിയിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പിന്നെ ഒരു ലോങ് പീരീഡിലേക്ക് അല്ലെങ്കിൽ ലൈഫ് ലോങ് പിന്നെ ലീഡ് ചെയ്താൽ മാത്രമേ മറ്റേ പാർട്ട്ണറിന് വിശ്വാസം ഉണ്ടാവുള്ളൂ. കാരണം അവർ എപ്പോൾ വേണമെങ്കിലും പിന്നെ ട്രിഗേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും 2 ഇൻഡിവിജ്വലാണ്. പാർട്ട്ണർ ആണെങ്കിൽ കൂടെ എല്ലാ മേജർ ഡിസിഷൻസും ഒരുമിച്ച് എടുക്കേണ്ടവരാണെങ്കിൽ കൂടെ, ഈ ഇൻറ്റിമസി ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ആൾക്കാരാണെങ്കിൽ കൂടെ, എവിടെയാണ് ഈ ബൗണ്ടറീസ് വേണ്ടത്? അത് ഒരു റിലേഷൻഷിപ്പിൽ 2 പേര് മാത്രം ഡിസൈഡ് ചെയ്യുന്നതാണ്, അതായത് എൻ്റെ ബൗണ്ടറി ഇതാണ് എന്നുള്ളത്, അതോ നമുക്കൊരു സർട്ടൻ ബൗണ്ടറി വേണം എന്ന് തന്നെയാണോ പറയണത്? അല്ല, ഇൻറ്റിമസി എന്നുള്ളതിൽ എന്താ ഉദ്ദേശിച്ചെന്നുള്ള എനിക്കൊന്നുകൂടെ. അതായത് ഇപ്പോൾ ഞാൻ പറയണത്, ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പാർട്ട്ണർ അറിയണം എന്നുണ്ടോ? എൻ്റെ പാർട്ട്ണറുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എന്നുണ്ടോ? എൻ്റെ പാർട്ട്ണറുടെ ഫോൺ എപ്പോൾ വേണമെങ്കിലും നോക്കാൻ എനിക്ക് പറ്റുമോ? അതോ അവിടെ സർട്ടൻ ബൗണ്ടറീസ് വേണം എന്നാണോ പറയുന്നത്? ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ ഫോണിൻ്റെ കാര്യം പറയാം. എനിക്ക് എൻ്റെ പാർട്ട്ണറിന് ഫുൾ അത്രയും ട്രസ്റ്റ് ഉണ്ട്. എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ മിണ്ടുന്ന ആളുകളോ ഞാൻ കാണുന്ന ആളുകളോ എൻ്റെ അടുത്ത് നടക്കുന്ന കോൺവെർസേഷൻ ഞാനത് എൻജോയ് ചെയ്ത് എൻ്റെ ഒരു കമ്പാനിയൻ്റെ അടുത്ത് പറയുന്ന പോലെ പറയുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ ലൈഫിൽ എല്ലാം അറിയാമെങ്കിൽ അതിൽ കൂടുതലൊന്നും എൻ്റെ ഫോണിൽ ഉണ്ടാവാനില്ല. അപ്പോൾ അതിൻ്റെ പാസ്വേഡും പ്രൈവസിയും എൻ്റെ പ്രൈവസിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ മാത്രം അതിനകത്ത് എന്താ ഉള്ളത്? അങ്ങനൊരു സാധനം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ പറയണതിൽ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചാറ്റ് ചെയ്യുന്നിടത്ത് നോക്കുന്ന രൂപത്തിലായിരിക്കും ഞാൻ നിൻ്റെ നോക്കുമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളുടെ പാസ്വേഡും ഫോണും കൊടുക്കണം എന്നല്ല ഞാൻ മനസ്സിലായി. ഓർഗാനിക്കലി നമുക്ക് സേഫായിട്ടും കണക്റ്റഡ് ആയിട്ടും ആ സേഫ്റ്റി ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ പാസ്വേഡ് ഷെയറിങ് എന്നൊക്കെ പറയുന്നത് നോർമലി അതിൻ്റെ കൂട്ടത്തിൽ നടന്നു പോകും. അപ്പോൾ നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്മുടെ ഫോൺ എടുത്തിട്ട് മറ്റൊരാൾക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും, നമ്മളത് കൊടുത്തു പോവും. ഇപ്പോൾ കോൾ വരികയാണെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക, ആരെ വിളിച്ചത് നോക്ക് നമ്മൾ പറയും. ഫോൺ എടുത്തിട്ട് മറ്റേ ആളെ വിളിച്ച് താ എന്ന് നമ്മൾ പറയും, അല്ലേ? ഞാൻ ഇപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയിരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് നോക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് മിസ്സാവുന്നുണ്ടോ എന്ന് പറയാനുള്ള സ്പേസുള്ള റിലേഷൻസ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്സ് എത്ര സെക്യൂർ ആണ്, എത്ര സ്ട്രോങ് ആണ്, എത്ര ക്ലോസ് ആണെന്നുള്ള ആലോചിച്ച് നോക്കിയേ.
അപ്പോൾ എൻ്റെ പ്രൈവസി എവിടെ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് സേഫായിട്ട് ഫീൽ ചെയ്തില്ല റിലേഷൻഷിപ്പിൽ എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഓക്കെ, ഇനി ബൗണ്ടറീസിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന രൂപത്തിൽ ബിഹേവ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളടുത്ത് ഇമ്പോസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് മാത്രമേ ഈ ബൗണ്ടറീനെ പറ്റിയൊക്കെ നമ്മൾ വേർബലി ഒക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വരുള്ളൂ. അല്ലാത്തടത്തൊന്നും ബൗണ്ടറീസ് അത് കണ്ടറിഞ്ഞ് നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി ചെയ്യും. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലെന്നുണ്ടെങ്കിൽ, കമ്പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, എംപതി ഉണ്ടെങ്കിൽ, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വെരി എഫേർട്ട്ലെസ് ആണ്. എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങ് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദറിസ്. അതെ, അത് നിങ്ങൾ എന്തോ സ്കില്ല് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുറവ് എന്നുള്ളതിനെ നിങ്ങൾ എപ്പോഴും ഒരു സ്കിൽ ബിൽഡിങ് ഏരിയ ആയിട്ട് കാണണ്ടുള്ളൂ. അയ്യോ ഇയാൾക്ക് എന്തോ കുറവുണ്ട്, ഒഴിവാക്കാം, അങ്ങനെ ആവരുത്. അപ്പം ചില കേസസിൽ നമുക്ക് ഹോപ്പ് ഇല്ലാത്ത രൂപത്തിൽ ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലത്തെ ചില പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോഡിക്ക് നമുക്കും അത് ഒട്ടും നല്ലതല്ല. അവരെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്നൊരു ദ്രോഹമാണ്. പക്ഷെ അതർവൈസ് ഇതൊക്കെ നമുക്ക് ലേൺ ചെയ്തെടുക്കാനും ഒരുമിച്ച് പഠിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്കിൽ ഡെഫിസിറ്റ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നോർമലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു കാര്യമാണ്, വി ഹാവ് ബിക്കം സോ പ്രോഗ്രസീവ് ദാറ്റ് വി ആർ നോർമലൈസിങ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഹൈഡ് ഇറ്റ്. ഞാൻ പറയണത് ഇപ്പോൾ ആക്ടർ വിജയ് ഇപ്പം CM ആയി ആൻഡ് ഒരു എന്താ പറയുക സ്പെക്യുലേറ്റിംഗ് ഒരു ഇതുണ്ട് ദറ്റ് ഹീസ് ഇൻ ആൻ അഫെയറിലാണ് എന്നുള്ളത്. ബട്ട് ആൾക്കാർ അണ്ണീന്ന് വിളിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും എന്താ പറയുക റൊമാൻറ്റിക് അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രം വെച്ച് തമ്പ് ചെയ്തിട്ടുള്ള കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസിൻ്റെ നമ്പർ എന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഫുള്ളാണ്. അതായത് ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അങ്ങനെ ഇത് ചെയ്യാണ്. സോ ആസ് എ വുമൻ ഐ ഫെൽറ്റ് ബാഡ് ദാറ്റ് യുനോ ഇത്രയും കാലം വെൻ ഹി വാസ് ഗ്രോയിങ്, വെൻ ഹി വാസ് സ്റ്റെപ്പിംഗ് ഹിസ് ഈച്ച് സ്റ്റെപ്സ് ദർ വാസ് എ വുമൻ. കുട്ടികളെ നോക്കാനും വീട് നോക്കിയതും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ പറ്റി എവിടെയും ഞാൻ കേട്ടില്ല. ഇതുപോലെ തന്നെ വേറെയും, അതായത് ആൻഡ് ഹീസ് നോട്ട് ഡിവോഴ്സ്ഡ് യെറ്റ് ഇഫ് ഐ എം നോട്ട് റോങ്. അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. ഇതുപോലെ തന്നെ വേറെയും ഒരു തമിഴ് ആക്ടർ ഉണ്ട്, ജയം രവി. ഇതേപോലെ തന്നെ ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഡിവോഴ്സ്ഡ് യെറ്റ്. പക്ഷേ അവരുടെയും ഇതുപോലെ റിലേഷൻഷിപ്പ് നമ്മൾ സെലിബ്രേറ്റ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ പോഡ്കാസ്റ്റിൽ സംസാരിക്കാറില്ല. ഐ യൂഷ്വലി ഡോണ്ട് ടേക്ക് നെയിംസ്. പക്ഷേ ഇതെനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് ഐ ഫെൽറ്റ് റിയലി ബാഡ് ആൻഡ് ഐ റിയാക്റ്റഡ് ഓൾസോ. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഇസ് ദിസ് ആൻഡ് യുനോ ഹൗ ഇസ് ദിസ് പോസിബിൾ? ഓക്കെ, നമുക്കെല്ലാവർക്കും അപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളത്ര സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ കോമൺ ആയിട്ട് കാണുന്നില്ലേ? തംബ്നെയിൽ വന്നു എന്നുള്ളത് അവർക്കും സെല് ചെയ്യാനുള്ള സബ്ജക്റ്റ് കിട്ടി, തംബ്നെയിലിട്ടു, അവർ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ താഴെ വരുന്ന കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ അറിയാത്തൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആരുടെ ഇൻറ്റേർണൽ ലൈഫ് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചുള്ള മലയാളത്തിലുള്ള സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എല്ലാം ആരെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് ഫാമിലീസിൻ്റെ ആണെങ്കിലും ആരുടെയും ഇൻറ്റേർണൽ കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല. ഇവരാരും പബ്ലിക്കലി പറഞ്ഞിട്ടുമില്ല അല്ലേ? നമ്മൾ ഒരുപാട് മാരേജസ് ഡിവോഴ്സ്ഡ് ആവുന്ന കണ്ടിട്ടുള്ള ആളുകളാണല്ലോ. യെസ് അല്ലേ? ഡിവോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂ ആയിട്ടുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ വിചാരിക്കരുതായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഒരു സെപ്പറേഷനിലേക്കൊക്കെ എത്താനും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കെ അതിപ്പോൾ ഒരാളുടെ തെറ്റോ രണ്ടുപേരുടെയും ലാക്കോ പലതും ആവാം. പലതും ആവാം. യെസ്. പക്ഷേ പലപ്പോഴും ഒരുപാട് സമയം എടുക്കാറുണ്ട് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താറ്. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. അവരവരുടെ ലേറ്റ് 50s ഇപ്പോൾ സെപ്പറേറ്റഡ് ആവുന്നത് തീരുമാനിച്ചത്. ഓക്കെ, അവരുടെ കുട്ടി കോളേജിലേക്ക് ആയ ശേഷം ഇപ്പോൾ ആവുന്നേ ഉള്ളൂ.
ആയ ശേഷം വീട്ടിൽ നിന്ന് മാറി മാറി സ്റ്റേ ചെയ്യാം. അതുവരെ അവർ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വീട്ടിൽ തന്നെയാണ് നിന്നിരുന്നത്. താമസിക്കുന്നത്. കുട്ടിക്കടക്കം അതിനെപ്പറ്റി അവെയറാണ്. കുട്ടിയെ അടക്കം നമ്മൾ സെഷൻസിൽ കാണാറുള്ളതാണ്. അപ്പോൾ ഫാമിലി ഒന്നിച്ച് കൊണ്ടുപോകണം. രണ്ടാളുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുള്ള പാരൻസിൻ്റെ അടുത്തും സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടും കുട്ടിക്ക് അതിനൊരു അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ത് ചെയ്യണം പുറത്തെന്ത് പറയണം ഇങ്ങനത്തെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് കുറേ ഇയേഴ്സായിട്ട് അവരുടെ ഇടയിൽ ഇൻറ്റിമസി ഇല്ല, കണക്ഷൻ ഇല്ല, അതൊന്നും ഇല്ലാതെ ഒരു റൂഫിൻ്റെ അണ്ടറിൽ അവർ നിൽക്കുകയാണ്. ആൻഡ് കോൺഫ്ലിക്റ്റാണ് കുട്ടിയടക്കം കണ്ടുകൊണ്ട് വരുന്നത്. ഇനി ഈ പ്രായമായതുകൊണ്ട് മാത്രമാണ് അവർ തീരുമാനിച്ചത് ഇനി ആരെ എഫക്റ്റ് ചെയ്യാനില്ല. സോ ഇൻ കേസ് ആ കുട്ടിക്ക് ഒരു യങ്ങർ സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിലോ അവരിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തേനെ. ആൻഡ് അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് കാണുന്നു എന്നുള്ളതിനേക്കാളുപരി അവർ ഹാപ്പി അല്ലാത്തൊരു റിലേഷനിൽ നിന്ന് അവർ ഹാപ്പി ആവുന്ന ഒരു റിലേഷൻ ചൂസ് ചെയ്യുന്നു. ഈ ഡിവോഴ്സ്ഡ് ആവാന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രൊസീജിയർ അല്ലേ? അത് നമ്മൾക്കൊരു ഫൈനാൻഷ്യൽ സേഫ്റ്റി പല രീതിയിലുള്ള അത് പല ഡീൽസും ഉണ്ടാവുമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. ഇൻ കേസ് ഒരു ലീഗൽ പ്രോസസ്സ് ഇല്ല ഒരു മാരേജിനെന്ന് നിങ്ങൾ വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലേ? ഐ മീൻ ഞാൻ പറയുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സെലിബ്രേറ്റഡ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട അല്ല, ഞാൻ പറഞ്ഞ ഇതിന് പകരം ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തെന്നറിയോ, ഇപ്പം ഞാൻ കാണുന്ന ക്ലയൻസിൽ പലപ്പോഴും കപ്പിൾ തെറപ്പിക്കൊക്കെ വരുന്നവരിൽ അവരുടെ മാരീഡ് ആയിട്ടുള്ള പാർട്ട്ണറുടെ കൂടെ ആവണം എന്നില്ല അവർ കപ്പിൾ തെറപ്പിക്ക് വരുന്നത്. കാരണം അവരുമായിട്ടുള്ള മാരേജ് എന്നേ ഫെയ്ഡായി അവരുടെ ഇടയിൽ ഒന്നും ഒരു തരത്തിലുള്ള ലീഗലി ഉണ്ട്, കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അവരുടെ ലൈഫ് പാർട്ട്ണർ അറ്റ് പ്രസൻറ്റ് അതർ പേഴ്സണാണ്. ആൻഡ് അവരുമായിട്ടുള്ള റിലേഷനിലുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളാണ് അവർക്ക് വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് അതൊരു ലീഗൽ മാരേജിലേക്ക് പോലും എത്തിയിട്ടില്ല. ഓക്കെ. ആൻഡ് അപ്പുറത്ത് കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, ലയബിലിറ്റീസ്, പല സാധനങ്ങളുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അത് സെപ്പറേറ്റഡ് ആവാത്തത്. ആൻഡ് ഇവിടെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ മാരേജിൻ്റെ തെറപ്പിക്ക് അവർ വരുന്നത്. അപ്പോൾ ഇത് പബ്ലിക് എങ്ങനെ എടുക്കുന്നു എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെലവൻ്റ് അല്ല. ഈ പബ്ലിക് ആരാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഒപ്പീനിയൻ പറയാൻ എന്നുള്ളതാണ് പക്ഷേ തെറപ്പിസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. നമ്മൾ എന്തിനും മറ്റൊരാളുടെ ലൈഫിനെ പറ്റി, അതിപ്പോൾ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഇപ്പോൾ പെണ്ണാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല രീതിയിലാവും പറയുന്നുണ്ടാവാം. പെണ്ണാണെങ്കിലേക്കാൾ ഉപരി ആലോചിച്ച് നോക്കി, ഇപ്പം തൃഷയെ വളരെയധികം അബ്യൂസ് ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം മറ്റു ഒരു എന്താ പറയുക, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റോളും എല്ലാ ലൈഫിലും ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റിൽ ചിലപ്പോൾ അവരുടെ ഇടയിലുള്ള കമ്പാറ്റബിലിറ്റി, നീഡ്സ്, ഡിസഗ്രിമെൻറ്റ്സും ഒക്കെ വന്നതാവാം അല്ലേ? ആൻഡ് ഇപ്പോൾ ചില ആളുകൾ ആഫ്റ്റർ മാരേജ് ഭയങ്കര നല്ല ഫ്രണ്ട്സായിട്ടും അവരുടെ ന്യൂ പാർട്ട്നേഴ്സ് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ന്യൂ പാർട്ട്നേഴ്സായിട്ട് അവരൊന്നിച്ച് ഔട്ടിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് എന്താ പറയുക, നമ്മുടെ ഇവിടെ അത്രയ്ക്ക് കോമൺ അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ റിസീവിങ് അല്ലാത്തത് കൊണ്ട് പബ്ലിക്കിൽ ഇതൊന്നും അക്നോളജ് ചെയ്യാത്തതൊക്കെയാണ്. അല്ലാതെ എപ്പോഴും അടിച്ച് ഇടിച്ച് തല്ലിപ്പിരിഞ്ഞല്ല എല്ലാവരും സെപ്പറേറ്റഡ് ആവുന്നതും. അപ്പം ഇൻറ്റേർണലി ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സിനാരിയോ ആവണം എന്നില്ല നമ്മൾ അവരുടെ ഒന്നും ലൈഫിൽ കാണുന്നത്. ചിലപ്പോൾ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് ഒരാൾ എനിക്കിനി ഇത് പറ്റില്ല എന്നുള്ള ഡിസിഷൻ ആദ്യം എടുക്കുന്നുണ്ടാവാം, മറ്റേ ആൾക്ക് അത് എടുക്കാൻ സമയം പറ്റണം എന്നില്ല. ദാറ്റ് ഈസ് വാട്ട് യൂഷ്വലി ഹാപ്പൻസ് അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അത് അവർക്കൊരു ഈസി ടാസ്കും ആവില്ല. ആൻഡ് അവരത് മറ്റേ വേണ്ടാന്ന് പറയാം, ഇയാൾക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടല്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു ബ്രേക്കപ്പ് ആവുന്നതിന് ആലോചിച്ച് നോക്കിയേ. ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ ചിലപ്പോൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാം, ഇനിയും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. മറ്റേ ആൾ ഇനി വയ്യ, എക്സോസ്റ്റഡ് ആയി എന്ന് വിചാരിക്കാം. ആൻഡ് എക്സോസ്റ്റഡ് ആയെന്ന് ആദ്യം വിചാരിക്കുന്ന ആളതിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ബിഹേവിയേഴ്സ് കാണിച്ചു തുടങ്ങിയിട്ട് അയാൾ മെൻ്റലി കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കും സെപ്പറേറ്റഡ് ആവാനായിട്ട്. ആൻഡ് അതർ പേഴ്സൺ അപ്പോഴും വില്ലിങ് ആവണം എന്നില്ല, അല്ലേ? അപ്പോൾ ഇതിൽ ആര് ഹേർട്ടാവുന്നു കൂടുതൽ എന്നുള്ളതൊന്നും നമുക്കങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. മറ്റേ ആൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതായി അയാൾ ആ ഡിസിഷനിലേക്ക് എത്തുന്നതിന് അയാൾക്ക് ഹേർട്ട്ഫുൾ ആയിട്ടാവും. എല്ലായിടത്തും എല്ലാം ടോക്സിക് ഒന്നും അല്ലല്ലോ.
അത് ആസ് എ തെറാപ്പിസ്റ്റ് ആ ലീഗാലിറ്റിയിൽ ബൗണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം യു ആർ അതിനെ കുറച്ച് നമ്മളൊരു പ്രിവിലേജോ അല്ലെങ്കിൽ അതിനെ ഒരു ഗ്ലോറിഫൈ ചെയ്ത ഒരു ഡിവൈനായിട്ടോ കാണേണ്ട കാര്യമില്ല. ഓക്കെ. എപ്പോഴും ആ ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം അവർക്കത് ഹാപ്പിനെസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതല്ലാത്തടത്തൊരു ലീഗൽ ഫോർമാലിറ്റി വെച്ചിട്ട് നിങ്ങൾ അതാണ് നല്ലത്, അത് കൺസിഡർ ചെയ്തില്ല എന്ന് പറയുന്നതിൽ എപ്പോഴും ലോജിക്കില്ല. ഇപ്പം നമ്മൾ അവരെ മിസ്ട്രീറ്റ് ചെയ്യാണ്, അവർ ഡിസേർവ് ചെയ്യുന്ന പ്രിവിലേജസ് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണില്ല, അവരെ ട്രബിളിലാക്കിയിട്ട് നമ്മൾ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ചില മാരേജ് സെപ്പറേഷൻ്റെ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഒരു വാക്ക് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നുള്ള രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പരിപാടികളുണ്ട്. അവിടെയൊക്കെ ഉള്ളൊരു സേഫ്റ്റി കുറവില്ലേ? ദേഷ്യം പിടിച്ച ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആ മാരേജ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലുള്ള ഇൻസെക്യൂർ പരിപാടികളൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഈ ലീഗൽ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ആളുകളുടെ അങ്ങനത്തെ നേച്ചറിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൊസൈറ്റിയുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സിസ്റ്റംസ് ആണിത്. അതെ അതെ അതെ. പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ മുന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റിയും കൂടെ നോക്കിയിട്ട് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാനൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലാന്നും പറയേണ്ട കാര്യമില്ല. നമ്മളതിൽ സപ്പോർട്ട് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾക്ക് നമ്മളുടെ പാർട്ട്ണറുമായിട്ട് അത്രയ്ക്ക് ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും സെപ്പറേറ്റ് ആകാൻ പോവില്ല. അതില്ലാത്തത് കൊണ്ടാണത് പോകുന്നുണ്ടാവുക മോസ്റ്റ് ഓഫ് ദ ടൈം. ഇപ്പം ആർദ്ര സംസാരിച്ചപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് റിലേഷൻഷിപ്പിലെ വാല്യൂ സിസ്റ്റത്തിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം അതായത് ലീഗലി അല്ലാത്തൊരു പാർട്ട്ണറുടെ കൂടെ തെറാപ്പിക്ക് വരിക, അല്ലെങ്കിൽ വളരെ കോമൺ ആണ്. ആയിട്ടുണ്ട്. അത് എന്താ പറയുക, ഒരുപാട് പേര് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈവൻ ലീഗൽ മാരേജ് കഴിയാത്ത പാർട്ട്നേഴ്സ് കപ്പിൾ തെറപ്പിക്ക് വരുന്നവരുണ്ട്. കല്യാണം ആവാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് ഒക്കെ ഇൻവോൾവ് ആവാൻ വരുന്നുണ്ട്. എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇരുന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലത്തെ സെഷൻസും കാര്യങ്ങളും വരാറുണ്ട്. എപ്പോഴും മാരേജിന് ശേഷം പ്രശ്നം ഉണ്ടാവുന്നു എന്നിട്ട് സെഷന് വരുന്നു, അങ്ങനെയൊന്നും അല്ല ആളുകൾ ഇന്നത്തെ കാലത്ത് സെഷൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. പ്രീ മാരിറ്റൽ സെഷൻസ് നടക്കാറുണ്ട്. ഈവൻ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ആളുകൾ വരാറുണ്ട്. പല രീതിയിലാണെന്ന് തെറപ്പീസിനെയും സെഷൻസിനെയും ഒക്കെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. വളരെ നോർമലായിട്ടാണ് കാണുന്നത്. ഈവൻ ഈ പറയുന്നത് പോലെ രണ്ട് പാർട്ട്നേഴ്സും, അതായത് മാരീഡ് ആയിട്ടുള്ള പാർട്ട്ണറും അത് പാർട്ട്ണറും ഒക്കെ ആയിട്ട് സെഷൻസിന് വരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതായത് 3 പേരുള്ള ഫാമിലി രീതിയിലുള്ള സെഷൻസ് എടുക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ കൺവെൻഷണൽ പാറ്റേൺ അല്ലേ, ഇന്ന് എല്ലാവരും അങ്ങനെയല്ല വർക്ക് ചെയ്യണത്. ആൻഡ് ചിലപ്പോൾ ഈ സൊസൈറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പലരും അത് പറയുന്നുണ്ടാവില്ല. ആ സൊസൈറ്റിയെ പേടിച്ചിട്ടല്ലേ? അതെ, ഡെഫിനറ്റ്ലി. അവർക്ക് ആർക്കും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പ്രശ്നം? നമുക്കറിയാത്തൊരു ന്യൂ സിസ്റ്റത്തിനെ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നത് പോലെയാണ് പല കാര്യങ്ങളെയും നമ്മൾ കാണുന്നത്. ഇപ്പം റിലേഷൻഷിപ്സിൻ്റെ വാല്യൂസ് ഒരുപാട് മാറി എന്ന് പറഞ്ഞു. കൺസർവേറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ കൺസർവേറ്റീവായിട്ട് ജീവിക്കുന്നവരാണ് ഒരുപക്ഷെ കുറവ് എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ മാരേജ് എന്ന് പറയുന്ന പോലെ, അതായത് എൻ്റെ പാർട്ട്ണർക്ക് വേറൊരു ലൈഫ് ഉണ്ട്, ഐ മീൻ ഹി ഓർ ഷീ ഹാസ് എ ഡിഫറെൻറ്റ് ലൈഫ് ആൻഡ് ഡിഫറെൻറ്റ് പാർട്ട്ണർ ആൻഡ് എവറിത്തിങ്, ബട്ട് വി ആർ റണ്ണിങ് എ ഫാമിലി. നമ്മൾ ഒരു ഫാമിലിയിൽ ഒരുമിച്ച് വന്ന് നമ്മൾ കുട്ടികളുടെ ഡിസിഷൻസ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ഇത്രത്തോളം നോർമലാണ്. എനിക്കറിയില്ല, ഈ സിനിമ നോർമലൈസ് ചെയ്ത അല്ലെങ്കിൽ നോർമലാണെന്ന് നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്ന കാര്യമാണ് ഇതൊക്കെ. അതായത് ഈവൻ ഇഫ് മൈ പാർട്ട്ണർ ഹാസ് അനദർ റിലേഷൻഷിപ്പ് ആൻഡ് വി നോ, പക്ഷെ നമ്മൾ ഡിസ്കസ് ഒന്നും ചെയ്യുന്നില്ല, ബട്ട് വി നോ. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്രയും തന്നെ നോർമലാണോ, ഓക്കെ ആണോ? അത് നോർമലാണെന്നോ ഓക്കെ ആണെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ക്വസ്റ്റ്യൻ തുടങ്ങിയെന്ന് ഞാൻ പറയും, കൺസർവേറ്റീവ് ആണ്, ആ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് വെച്ചിട്ട് അത് നല്ലതാവണമെന്ന് നിർബന്ധമില്ല. ഹാപ്പിയാണ്, സെക്യൂർ ആണ്, സേഫ് ആണ് എന്നുണ്ടെങ്കിൽ അതാണ് ടിക്ക്. ഓക്കെ. ഇനി ഈ ഓപ്പൺ മാരേജും ഓപ്പൺ റിലേഷൻഷിപ്സും ഒക്കെ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് അത് എന്താ പറയുക, ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങി, ഷെയർ ചെയ്ത് തുടങ്ങി.
അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് വന്നു തുടങ്ങി. മേ ബി പണ്ടും ഇങ്ങനത്തെ പല കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നിട്ടൊന്നും ആവില്ല. അതെ 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 ഓക്കെ. അത് വളരെ സീക്രട്ടീവായി നടക്കുകയോ അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കുകയോ ചെയ്തായിരിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ സോഷ്യൽ അക്സെപ്റ്റൻസ് കൂടി വരുന്നത് സോഷ്യലി ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി വരുന്നതുകൊണ്ടായിരിക്കില്ലേ? അല്ലേ? നമ്പർ ഓഫ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതലായിട്ട് വരുമ്പോഴാണ് സോഷ്യലി അത് സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാവുന്നതോ അല്ലെങ്കിൽ പറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നുള്ളൊരു തോന്നലിലേക്കെങ്കിലും എത്തുന്നത്. പക്ഷെ ഇതിന് ശരിയെന്നും തെറ്റുമെന്നും പറയാൻ പറ്റുന്നില്ല. പലച്ചക്ക് രണ്ട് പാർട്ട്നേഴ്സിനും രണ്ട് ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരതിൽ ഓക്കെയാണ്. പിന്നെ ഞാൻ അത് സെറ്റാണ്, ഞാനത് ഇങ്ങനെ പറയും. ഞാൻ എങ്ങനെ പറയാം? അല്ലേ? പക്ഷേ ശരിക്കും ഓക്കെ ആയിരിക്കുമോ അവർക്ക്? അങ്ങനെ അറിയോ, രണ്ടുപേര് അടിയിട്ടിട്ട് വീട്ടിനകത്ത് ഭയങ്കര ബഹളം വെച്ച് കുട്ടികളുടെ അടുത്തും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്നതും രണ്ടാൾക്കാർ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിൽ അവർ അതത് രീതിയിൽ ബിഹേവ് ചെയ്യും. ആൻഡ് ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ Healthy വളരെ ആയിട്ട് അവിടെ ഹെൽത്തി ആയിട്ട് ഗുഡ് പ്രൊവൈഡേഴ്സായിട്ടും ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്ങുള്ള പാരൻസുമായിട്ടും ബിഹേവ് ചെയ്യുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മോർ ഹെൽത്തിയർ. ഓക്കെ, ഇതിനേക്കാളിലും ഹെൽത്തിയർ രണ്ടുപേരും നന്നായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഈ ലോയലായിട്ട് ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ മറ്റു ഓപ്ഷൻസിലേക്ക് നമ്മൾ, പിന്നെ അതാണ് ബെറ്റർ. അടിയിട്ട് ഒരേ വീട്ടിലിരിക്കണേലും നല്ലത് രണ്ട് ഹാപ്പി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് പാരന്റിങ് ചെയ്യണതാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? മനസ്സിലായി. രണ്ട് ഹാപ്പി ആയിട്ടുള്ള കപ്പിൾസ് ആയിട്ട് അവർക്ക് പാരന്റിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ആ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ലൈഫുള്ള ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരായിട്ടാണെങ്കിലും ശരി, ഹാപ്പി ആയിട്ടുള്ള പാരൻസ് ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യണതാണ് നല്ലത്. പക്ഷെ ഇതിലെപ്പോഴും പ്രശ്നം വരെ എന്താ അറിയോ, ഈ പറഞ്ഞ പോലെ രണ്ടാൾക്കും രണ്ട് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടെങ്കിലേ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ട്, മറ്റൊരാൾക്ക് അങ്ങനെ ഒരു ലൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അഗെയിൻ കോൺഫ്ലിക്റ്റിംഗ് ആയി. ഓഫ് കോഴ്സ്. അല്ലേ? അപ്പം ഇവരുടെ ഇടയിൽ എന്തായാലും അടിയിട്ടിട്ട് ഇവർ വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയി. ഒരാൾക്കതായി. അപ്പോൾ കുട്ടികളെ കാണാൻ വരുന്നതിലും പോകാൻ വരുന്നതിലും കുട്ടികളെ കൊണ്ടുപോകുന്നതിലും ഒക്കെ മറ്റേ പാരന്റിന് പ്രശ്നം ഉണ്ടാവാം. അഗെയിൻ കുട്ടികളാണ് ട്രബിളിലാവുന്നത്. അല്ലേ? കറക്റ്റ്. സോ സിനാരിയോസ് പലതും പല പോലെയാണ്. ഇതിൽ ശരിയും തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അബൌട്ട് യുവർ ഹൗ ഹെൽത്തി യു ആർ, ഹൗ സേഫ് യു ആർ ആൻഡ് ഹൗ ഹാപ്പി യു ആർ. അല്ലേ? അവരായിട്ട് എടുക്കുന്ന അവരുടെ വാല്യൂസ് അനുസരിച്ച് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഇപ്പോൾ അവരൊക്കെ മ്യൂച്വലി വർക്ക് ചെയ്യാൻ നോക്കി ട്രൈ ചെയ്തിട്ടൊക്കെയാണ് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ വർക്ക് ആവുമെന്ന് ട്രൈ ചെയ്യാതെ സെപ്പറേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ നമുക്ക് കിടക്കില്ലേ, ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നോ എന്നൊക്കെ തോന്നുമ്പോൾ. യെസ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സാണ് എനിക്ക് കിട്ടിയത്. ആദ്യമേ പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുക. ബിക്കോസ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആദ്യമൊക്കെ ശരിയെന്ന് തോന്നണമെന്നില്ല. അപ്പോൾ കുറേ പേർക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണല്ലോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരും ഒരേ സ്കൂളിൽ പഠിച്ചവരുമാണ്. ഞങ്ങൾ മൂന്ന് സ്കൂൾസ് സെയിം സ്കൂൾസിൽ തന്നെ 7 വരെ ഒരു സ്കൂള്, 10 വരെ ഒരു സ്കൂള്, പിന്നെ 12 അങ്ങനെ തന്നെ പഠിച്ച ആൾക്കാർ. അപ്പോൾ ഐ എം വെരി ഹാപ്പി. എനിക്ക് എൻ്റെ നാട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആൻഡ് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ സക്സസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പിക്ചർ പെർഫെക്റ്റ് ഫാമിലിനെ കുറിച്ചൊക്കെ കുറേ മിത്സ് ഇങ്ങനെ എന്താ പറയുക സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഉണ്ടെങ്കിലൊക്കെ ആൾക്കാർക്ക് അങ്ങനെയല്ല, ഇതാണ് ശരി, ഒന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും, ഉള്ളിലാണ് ശരിക്കുള്ള നമ്മൾ, പുറത്തല്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു.